നമസ്കാരം, വനിതാ പാചകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂൾ തുറക്കുന്ന സമയമല്ലേ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റിയാൽ അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൊക്കോളിയും ചിക്കനും കൂടെ ചേർത്ത് ചെറിയൊരു ബോൾസ് ആയിട്ട് ഒരു സ്നാക്സ്. പക്ഷേ സ്നാക്സ് എന്ന് പറയണോ അതോ നമുക്ക് ആ സെയിം സംഭവം തന്നെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് റാഗിയാണ്. അപ്പോൾ മില്ലറ്റ് പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ മാവല്ല, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവാണ്. ബ്രൊക്കോളി. അപ്പോൾ ഇതിനൊരു കണക്ക് ഞാൻ വെച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രൊക്കോളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സവോളയുണ്ട്, പച്ചമുളകും വെളുത്തുള്ളിയും, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി മല്ലിയില, പിന്നെ ചിക്കൻ. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുരുമുളകൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇച്ചിരി ലെസ് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് ലെസ് സ്പൈസി ആയിട്ടുള്ള ഒരു ബോളാണ് ചെയ്യുന്നത്. നമുക്കാദ്യം വെള്ളം തിളപ്പിക്കാം. അതായത് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മില്ലറ്റ് ഇട്ടു, റൈസ് പൗഡർ ഇട്ടു. ഇനി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശ്രദ്ധിക്കാനുള്ളത് ഒട്ടും കട്ട കാണരുത്, മാവ് കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും. നമുക്ക് വെള്ളം ഇച്ചിരി ലൂസായി പോവും, മാവ് ഇത്തിരി ലൂസായി പോവും. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ, ഞാൻ എടുത്തേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. വലിയ ഒരു സമയമൊന്നും നമുക്ക് വേണ്ട. ഇത് ഭയങ്കര ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. കൂടെ സവോള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എല്ലാം കുറച്ച് മതി, ഒരുപാട്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് വലുതായിട്ട് നമുക്ക് ഇടേണ്ട കാര്യമില്ല. ഇതിനകത്തേക്ക് ഇനി ഗരം മസാല, അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. മസാല റെഡി ആയിട്ടുണ്ട്.
ഇനി ഈ മസാല നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. മാവ് കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ മാവും എടുത്ത് ഒരു ചെറുതായിട്ടൊന്ന് പരത്തണം. എന്നിട്ട് നമ്മുടെ സ്റ്റഫിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, പണ്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി തരുന്ന പോലെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊഴുക്കട്ടയോടൊന്നും വലിയ താല്പര്യം കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കഴിച്ചോളൂ. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്കിത് അടയ്ക്കാം. ഇത് ഞാൻ ഈ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞെങ്കിലും വേണമെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടും നമുക്കെടുക്കാം. അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റാഗി ബോൾസ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഈ തയ്യാറാക്കിയ ബോൾസ് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കാക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഒരു 5 to 7 മിനിറ്റ് മതി. കാരണം ഓൾറെഡി അത് നന്നായിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്ത മാവാണ്. ഒന്ന് സ്റ്റീം വന്നാൽ മാത്രം മതി, റെഡിയാവും പെട്ടെന്ന്. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ഫൈനൽ ടച്ചാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ ആ സെയിം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിലേക്ക് നമുക്ക് ബാക്കി സവോള, പച്ചമുളകും ഗാർലിക്കും ബാക്കി വെച്ചേക്കുന്ന ബ്രൊക്കോളി. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇടാം. ഓയിൽ ഞാൻ ഒഴിച്ചേക്കുന്നത് വളരെ കുറവാണ്. ഇനി എന്താ ഈ മസാല കൂടി ഇടാം. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഈ ബോൾസ്, തയ്യാറാക്കി വെച്ചേക്കുന്ന ബോൾസ് നമുക്കിടാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം.
ലഞ്ച് ബോക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ലഞ്ച് ബോക്സ് എന്നല്ല, നമുക്ക് ഏത് സമയത്തും ഒരു വ്യത്യസ്തമായ വിഭവം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഈ മല്ലിയിലയോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കഴിക്കാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു.